Hello everyone, I am Shruti Santosh. Programming പൈത്തണിനകത്തെ പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആണ് എൻ്റെ സെമിനാർ ടോപ്പിക്. ഫസ്റ്റ് നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ടറാണ്. അത് ഓപ്പറാൻഡ്സിൻ്റെ വാല്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. 4 + 5 = 9. ഈ എക്സ്പ്രഷനകത്തെ 4ഉം 5ഉം ഓപ്പറാൻഡ്സും പ്ലസ് സൈൻ ഓപ്പറേറ്ററും ആണ്. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് 7 types of operators ഉണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തുവെന്ന് നോക്കാം. ന്യൂമറിക് വാല്യൂസ് യൂസ് ചെയ്ത് കോമൺ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, എക്സ്പോണൻറ്റ്, ഫ്ലോർ ഡിവിഷൻ. ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. അഡീഷന് പ്ലസ് സൈൻ, സബ്ട്രാക്ഷൻ മൈനസ് സൈൻ, മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ സൈൻ, ഡിവിഷൻ സ്ലാഷ്, ഫ്ലോർ ഡിവിഷൻ ഡബിൾ സ്ലാഷ്, മോഡുലസ് പെർസെൻറ്റേജ്, എക്സ്പോണൻറ്റ് ഡബിൾ സ്റ്റാർ. ഇവിടെ എക്സിനും വൈക്കും ഓരോ വാല്യൂസ് കൊടുത്ത് അഡീഷൻ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 9 + 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സബ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 9 - 2 അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ, എക്സ് സ്റ്റാർ വൈ എന്ന് പറയുമ്പോൾ 9 * 2 അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. റൺ ചെയ്യുമ്പോൾ 9 + 2 11, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 - 2 = 7, 9 × 2 18 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററും സിയിലും C++ലും ചെയ്യുന്ന പോലെ തന്നെയാണ് പൈത്തണിലും ചെയ്യുന്നത്. പക്ഷേ ഡിവിഷൻ ഓപ്പറേറ്റർ സിയിലും C++ലും ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഔട്ട്പുട്ടിൽ വരത്തില്ല. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. പൈത്തണിലാണെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പരും വരും. 9/2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പരും ഔട്ട്പുട്ടിൽ വരും. അടുത്തത് ഫ്ലോർ ഡിവിഷൻ ഡബിൾ സ്ലാഷ് ആണ്. 9/2 എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ഡിവൈഡ് ഔട്ട്പുട്ടിൽ വരത്തില്ല. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ളത് ഉള്ള നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. മോഡുലസ് എന്ന് പറയുമ്പോൾ 9 - 2 എന്ന് പറയുമ്പോൾ റിമൈൻഡറിൽ വരുന്നതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. എക്സ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്. 9/2 എന്ന് പറയുമ്പോൾ 9ൻ്റെ പവറായിട്ട് 2 വരും. എന്നുവെച്ചാൽ 9 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. ഔട്ട്പുട്ട് നോക്കാം. 9/2 4.5 വരും ഡിവിഷൻ ചെയ്യുമ്പോൾ. 9/2 എന്ന് പറയുമ്പോൾ 4 വരും ഡിവൈഡ് ചെയ്യുമ്പോൾ. 9 - 2 എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആയിരിക്കും വരുന്നത്. 9/2 എന്ന് പറയുമ്പോൾ 81 ആണ്. 9ൻ്റെ പവറായിട്ട് വരും 2. സെക്കൻഡ് ഓപ്പറേറ്ററാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വേരിയബിൾസിന് വാല്യൂസിനെ അസൈൻ ചെയ്യാനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിലെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഡ് ആൻഡ്, സബ്ട്രാക്ട് ആൻഡ്, മൾട്ടിപ്പിൾ ആൻഡ്, ഡിവൈഡ് ആൻഡ്, മോഡുലസ് ആൻഡ്, ഫ്ലോർ ഡിവിഷൻ ആൻഡ്, എക്സ്പോണൻറ്റ് ആൻഡ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിനകത്തെ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ആഡ് ആൻഡ് എന്ന് പറയുന്നത് അഡീഷൻ ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ്. ഇവിടെ എക്സിന് 2 എന്ന് വാല്യൂ കൊടുത്തു. എന്നിട്ട് x = 3 എന്ന് പറയുന്നത് x = x + 3 എന്നാണ്. ആദ്യം അഡീഷൻ പെർഫോം ചെയ്യും, അത് കഴിഞ്ഞ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ 2 + 3 = 2 + 3 5. ആ 5 ഈ എക്സിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. 2 + 3 = 5. അടുത്ത ഓപ്പറേറ്ററാണ് സബ്ട്രാക്ട് ആൻഡ് എന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ്. എക്സിന് വാല്യൂ കൊടുത്തു, എന്നിട്ട് x - 3 എന്ന് പറയുമ്പോൾ
എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ആണ്. ഫസ്റ്റിലെ മൈനസ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യും, അത് കഴിഞ്ഞ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ 2 മൈനസ് 3 മൈനസ് 1 എന്ന് വരും ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ്. എക്സ് സ്റ്റാർ ഈക്വൽ ടു 3, അത് തന്നെയാണ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 3. അപ്പം 2 ഇൻറ്റു 3 ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് 6 പ്രിൻ്റ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ഡിവൈഡ് ആൻഡ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ്. എക്സ് ബൈ ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 എന്നാണ്. അപ്പോൾ 3/2 നമുക്ക് ഔട്ട്പുട്ട് 1.5 എന്ന് പറയും. ഡിവൈഡിനകത്ത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും പൈത്തണിൽ ഔട്ട്പുട്ടായിട്ട് വരും. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് മോഡുലസ് ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ്. എക്സ് മോഡുലസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മോഡുലസ് 2 എന്നാണ്. എന്ന് വെച്ചാൽ റിമൈൻഡർ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ട് നോക്കാം. 3 മോഡുലസ് 2 1 ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. ഓപ്പറേറ്ററാണ് ഫ്ലോർ ഡിവിഷൻ ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ് അർത്ഥം. എക്സ് ഫ്ലോർ ഡിവിഷൻ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫ്ലോർ ഡിവിഷൻ 2. ഫസ്റ്റിലെ ഫ്ലോർ ഡിവിഷൻ പെർഫോം ചെയ്യും, അത് കഴിഞ്ഞിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പെർഫോം ചെയ്യത്തുള്ളൂ. 3ഉം 2ഉം ഫ്ലോർ ഡിവിഷൻ ചെയ്തിട്ട് എക്സിലോട്ട് ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ 3 ഫ്ലോർ ഡിവിഷൻ 2 1 എന്ന് വരും. ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ വരത്തില്ല, പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് മാത്രമേ വരത്തുള്ളൂ. ഓപ്പറേറ്ററാണ് എക്സ്പോണൻ്റ് എന്ന് വെച്ചാൽ എക്സ്പോണൻ്റ് ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ് അർത്ഥം. എക്സ് ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ സ്റ്റാർ 2 എന്നാണ്. അതപ്പോൾ 3 ഡബിൾ സ്റ്റാർ 2 എന്ന് പറയുന്നത് 3യുടെ പവറായിട്ട് 2 വരും. 3യെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ നമുക്ക് 9 എന്ന് ആൻസർ കിട്ടും. തേർഡാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇതിനെ റിലേഷണൽ ഓപ്പറേറ്റർ എന്നും പറയും. ഈക്വൽ, നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കമ്പാരിസൺ ഓപ്പറേറ്ററിൽ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ആദ്യത്തേത് ഈക്വൽ എക്സിനും വൈക്കും ഓരോ വാല്യൂസ് കൊടുത്തിട്ട് എക്സ് ഈക്വൽ വൈ ഈക്വൽ ആണോ എന്ന് നോക്കും. എക്സും 3 ഈക്വൽ 2 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും ഔട്ട്പുട്ടിൽ. ഇവിടെ ഫാൾസ് ആണ്, 3 ഈക്വൽ 2 അല്ല. അടുത്ത ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ എക്സ് നോട്ട് ഈക്വൽ വൈ ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. ഇവിടെ 3 നോട്ട് ഈക്വൽ 2 ആണ്, അതുകൊണ്ട് ട്രൂ വരും. നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ഗ്രേറ്റർ ദാൻ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയുമ്പോൾ 3 ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. ഇവിടെ 3 ഗ്രേറ്റർ ദാൻ 2 ആണ്, അതുകൊണ്ട് ട്രൂ വന്നു. നെക്സ്റ്റ് ഓപ്പറേറ്റർ ലെസ് ദാൻ. എക്സ് ലെസ് ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ വൈ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. 3 ലെസ് ദാൻ 2 അല്ല, അതുകൊണ്ട് ഫാൾസ് വന്നു. നെക്സ്റ്റ് ഓപ്പറേറ്റർ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണോ എന്ന് നോക്കി, എന്നപ്പോൾ ആണ്, അതുകൊണ്ട് ട്രൂ വന്നു. നെക്സ്റ്റ് ഓപ്പറേറ്റർ ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫാൾസ് വരും. ഇവിടെ 3 ലെസ് ദാൻ ഈക്വൽ ടു 2 ആയതുകൊണ്ട് ഫാൾസ് വന്നു ആൻസർ. ഫോർത്ത് ഓപ്പറേറ്ററാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പൈൻ ചെയ്യാനാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.
ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലും ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ലോജിക്കൽ ആൻഡ് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പറേറ്ററും ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ഫോൾസ് ആയി. ലോജിക്കൽ നോട്ടിനകത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ഫാൾസ് വരും, അതുപോലെ തന്നെ ഫാൾസ് ആണെങ്കിൽ ട്രൂവും വരും. ഇവിടെ നോട്ട് വൈ എന്നാണ്, അപ്പോൾ ഔട്ട്പുട്ടിൽ ട്രൂ വരും. ലോജിക്കൽ ഓറിനകത്ത് എക്സ് ഓർ വൈ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം ട്രൂ ആയാൽ മതി, എന്നപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. ഇവിടെ ട്രൂ ആണ്, എക്സ് ഓർ വൈ എന്ന് പറഞ്ഞപ്പോൾ ട്രൂ ആണ് റിട്ടേൺ ചെയ്തത്. ഫിഫ്ത്ത് ഓപ്പറേറ്റർ ആണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഇത് യൂസ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് കമ്പയർ ചെയ്യാനാണ്, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് കൺസിഡർ ചെയ്ത് അത് പോയിൻ്റ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനിലോട്ടാണോ എന്ന് കമ്പയർ ചെയ്യാനാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഓപ്പറേറ്റേഴ്സ് ഈസ് ആൻഡ് ഈസ് നോട്ടാണ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിലെ ഈസും ഈസ് നോട്ടിൻ്റെയും എക്സാമ്പിൾ നോക്കാം. എക്സിനും വൈക്കും ഞാൻ ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എക്സ് ഈസ് വൈ എന്ന് പറയുമ്പോൾ വേരിയബിൾസ് സെയിം ഒബ്ജക്റ്റ് ആണെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. ഈസ് ആണെങ്കിൽ എക്സ് ഈസ് വൈ, എക്സും വൈയും സെയിം ഒബ്ജക്റ്റ് ആണോ എന്ന് നോക്കും. പിന്നെ എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറയുമ്പോൾ ട്രൂ ആയിരിക്കും വരുന്നത്, വേരിയബിൾസ് സെയിം ഒബ്ജക്റ്റ് അല്ല എന്നാണ് അർത്ഥം. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. എക്സ് ഈസ് വൈ ഫോൾസ് വരും, എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറയുന്നത് ട്രൂവും വരും. സിക്സ്ത് ഓപ്പറേറ്റർ ആണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഒബ്ജക്റ്റിനകത്ത് സീക്വൻസ് ഓഫ് വാല്യൂ പ്രസൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. രണ്ട് ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്, ഇന്നും നോട്ട് ഇന്നും. ഇന്നാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആയിരിക്കും. ഒബ്ജക്റ്റിൽ സ്പെസിഫൈ ചെയ്ത വാല്യൂ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. നോട്ട് ഇൻ ആവുമ്പോൾ ആ ഒബ്ജക്റ്റിൽ സ്പെസിഫൈ ചെയ്ത വാല്യൂ ഇല്ലെങ്കിൽ ട്രൂ വരും, ഉണ്ടെങ്കിൽ ഫോൾസും വരും. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഇന്നും നോട്ട് ഇന്നും. ഈസ് ഇൻ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത വാല്യൂ നമ്മുടെ ഒബ്ജക്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഈസ് ഇൻ എക്സ്, ഈസ് നമ്മുടെ ഒബ്ജക്റ്റിലുണ്ട്, അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ ഐ ആ കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അത് ഫാൾസ് റിട്ടേൺ ചെയ്യും. ദിസ് നോട്ട് ഇൻ എക്സ്, നമ്മൾ സ്പെസിഫൈ ചെയ്ത വാല്യൂ ഒബ്ജക്റ്റിൽ ഇല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും നോട്ട് ഇന്നിനകത്ത്. ഇവിടെ ദിസ് നോട്ട് ഇൻ എക്സ് ക്യാപിറ്റൽ ടി ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വാല്യൂ നമ്മുടെ ഒബ്ജക്റ്റിൽ ഇല്ലെന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റിൽ ഉള്ളതുകൊണ്ട് അത് ഫോൾസ് റിട്ടേൺ ചെയ്യും. നോക്കാം. ഈസ് ഇൻ എക്സ് ട്രൂ റിട്ടേൺ ചെയ്ത്, രണ്ടാമത്തേത് ഫോൾസും റിട്ടേൺ ചെയ്തു. ദിസ് നോട്ട് ഇൻ എക്സ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് അത് ട്രൂ റിട്ടേൺ ചെയ്തു. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. 5 and 4 ചെയ്യുമ്പോൾ നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഓറിനകത്ത് 7 or 3 ആണെങ്കിൽ നോൺ സീറോ വാല്യൂസ് ആണെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. എക്സ് ഓറിനകത്ത് 1 or 0, ഇവിടെ 1 or 1 എന്നാണ്. സെയിം ഓപ്പറേറ്റർ ആണെങ്കിൽ 0യും ഡിഫറെൻ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ 1ഉം ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഇവിടെ നോട്ട് എന്ന് പറയുമ്പോൾ നോട്ട് 5 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്.
n+1 എന്നാണ് ആ ഇക്വേഷൻ. അപ്പോൾ -5+1, അപ്പോൾ നമുക്ക് -6 എന്ന ആൻസർ കിട്ടും. പിന്നെ ആണെങ്കിൽ നോട്ട് -5 ആണെങ്കിൽ ഇക്വേഷനിലെ മൈനസും നമ്മൾ കൊടുത്ത -5ഉം +1ഉം, അപ്പോൾ മൈനസ് ചെയ്തിട്ട് മൈനസും മൈനസും പോയി ആൻസർ നമുക്ക് കിട്ടും. മൈനസും മൈനസും പ്ലസ് ആയിട്ട് ആൻസർ കിട്ടും. പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് 4 ലെഫ്റ്റ് ഷിഫ്റ്റ് 1 എന്ന് പറയുമ്പോൾ 4നെ ഒരു ബിറ്റ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 8 റൈറ്റ് ഷിഫ്റ്റ് 1 എന്നാണ്. 8ൻ്റെ ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ആൻഡ് ചെയ്തപ്പോൾ 4 കിട്ടും. അവിടെ 5 ആൻഡ് 4 ആണ്, അപ്പോൾ റൈറ്റ് സൈഡിലെ വാല്യൂ വന്നു. പിന്നെ XOR ചെയ്തപ്പോൾ 7 വന്നു, ലെഫ്റ്റ് സൈഡിലെ വാല്യൂ വരും. അതുപോലെ തന്നെ 1ഉം XOR 0 ഡിഫറെൻ്റ് ആയതുകൊണ്ട് 1 വരും, സെയിം ആയതുകൊണ്ട് 0 വരും. അതുപോലെ തന്നെ ഇവിടെ നോട്ട് 5 എന്ന് പറഞ്ഞപ്പോൾ 6 എന്ന് കിട്ടി. അതുപോലെ തന്നെ -5 കൊടുത്തുകൊണ്ടാണ് അവിടെ 4 എന്ന് വന്നത്. പിന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് 4 എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിറ്റ് ഫ്രണ്ടിലോട്ട് നീങ്ങും 4ൻ്റെ. അതുപോലെ തന്നെ 8 റൈറ്റ് ഷിഫ്റ്റ് 1 എന്ന് പറഞ്ഞപ്പോൾ ഒരു ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് 4 കിട്ടും.